ഈ നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കണ്ണൂർ ജില്ലയിൽ ബുധനാഴ്ച റെഡ് അലർട്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കണ്ണൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആഗസ്റ്റ് 6 ബുധനാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മഴവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. അംഗനവാടിയും മദ്രസയും ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിൽ മെഗാ വിസ്ഫോടനം, 4 മരണം, നിരവധി പേരെ കാണാതായി. ഉത്തരകാശിയിലെ ധാരാളി വില്ലേജിൽ ഉണ്ടായ മെഗാ വിസ്ഫോടനത്തിൽ 4 മരണം. മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ ഒലിച്ചുപോയി. നീർഗംഗ നദിയിൽ വലിയ വെള്ളപ്പാച്ചിലിൽ ഉണ്ടായ നദി ധാരാലി ഗ്രാമത്തിലേക്ക് കുത്തിയൊലിച്ച് എത്തുകയായിരുന്നു. 60ഓളം ആളുകളെ കാണാതായി. ധാരാലി ഗ്രാമത്തിന്റെ ഒരു ഭാഗം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഴ തുടരുകയാണ്. മഴയോടൊപ്പം ഉണ്ടായ മെഗാ വിസ്ഫോടനമാണ് വലിയൊരു മലവെള്ളപ്പാച്ചിലിനിടയാക്കിയത്. പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. മലനിരകളിൽ നിന്നും കുത്തിയൊലിച്ചു വരുന്ന നദി ഗ്രാമത്തെ മുഴുവൻ ദുരന്തം വിതച്ചു. ഇരുനില കെട്ടിടങ്ങളടക്കം തകർന്നു. നിരവധി പേരാണ് മലവെള്ളപ്പാച്ചിലിൽ പെട്ടിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും മറ്റ് സേനകളും എത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം 4 മരണം സ്ഥിരീകരിച്ചതായി ഉത്തരകാശി ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ആര്യ മാധ്യമങ്ങളോട് പറഞ്ഞു. 10ഓളം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായാണ് സംശയം. ഹാർസിലിൽ നിന്നുമുള്ള സൈനിക സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ഉത്തരാഖണ്ഡിലെ മാറ്റ്ലിയിലുള്ള 12ാം ബറ്റാലിയൻ നിന്നും 16 അംഗ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് സംഘം ധരാലിയിൽ എത്തിയിട്ടുണ്ട്. 16 അംഗങ്ങളുള്ള മറ്റൊരു യൂണിറ്റിനോടും മെഗാ വിസ്ഫോടന സ്ഥലത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. SDRF, NDRF, ജില്ലാ ഭരണകൂടം, മറ്റ് അനുബന്ധ ടീമുകൾ എന്നിവ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി മുഖ്യമന്ത്രി പുഷ്കർ ധാമി എക്സിൽ കുറിച്ചു. ഗംഗോത്രിയിലേക്കുള്ള വഴിയിലെ പ്രധാന ഇടത്താവളമാണ് ധരാലി. നിരവധി ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഹോം സ്റ്റേകൾ എന്നിവ ഇവിടെയുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ റൂട്ട് പരിഗണനയിൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ റൂട്ട് പരിഗണനയിൽ. ആലുവയിൽ നിന്നും പെരിയാറിലൂടെ 20 മിനിറ്റിനുള്ളിൽ നെടുമ്പാശ്ശേരി എത്താവുന്ന തരത്തിലാണ് റൂട്ട് പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച KMRL പ്രാഥമിക സാധ്യതാ പഠനം നടത്തി. കൊച്ചിയുടെ ഭാവിയിലെ ഗതാഗതം സംബന്ധിച്ച് നടന്ന ഒരു ചർച്ചയ്ക്കിടെയായിരുന്നു വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ റൂട്ട് ആരംഭിക്കുന്നതിനെ കുറിച്ച് സാധ്യതാ പഠനം നടത്തിയതായി KRMLD ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തി. ആലുവയിൽ നിന്നും പെരിയാറിലൂടെ 20 മിനിറ്റിനുള്ളിൽ നെടുമ്പാശ്ശേരി എത്താവുന്ന തരത്തിൽ വാട്ടർ മെട്രോ റൂട്ടിന്റെ പ്രാഥമിക സാധ്യത പഠനമാണ് KMRL നടത്തിയതെന്ന് ബെഹ്റ അറിയിച്ചു. കൊച്ചിയിൽ വാട്ടർ മെട്രോ വഴി ബന്ധിപ്പിക്കാവുന്ന വിവിധ ഇടങ്ങളുണ്ട്. വിമാനത്താവളത്തിന് പുറമെ സമാനമായ വാട്ടർ മെട്രോ സർവീസ് നടത്താൻ കഴിയുന്ന 9 റൂട്ടുകൾ കൂടി KMRL കണ്ടെത്തിയിട്ടുണ്ടെന്നും MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കടമുടുക്കി ഉൾപ്പെടെയുള്ള ദ്വീപുകളിലേക്ക് ഈ വർഷം തന്നെ സർവീസ് ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൊച്ചിയിലെ വിവിധ ദ്വീപ് സമൂഹങ്ങളെ ഉൾപ്പെടെ ബന്ധിപ്പിക്കുന്ന വാട്ടർ മെട്രോ വിമാനത്താവളത്തിലേക്ക് കൂടിയെത്തിയാൽ അത് ടൂറിസം ജലഗതാഗത രംഗത്ത് വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കൊച്ചി വാട്ടർ മെട്രോ മാതൃകയാക്കി രാജ്യത്ത് 18 ഇടങ്ങളിലാണ് സമാനമായ പദ്ധതികൾക്ക് നടപ്പാക്കുന്നത്. സ്ത്രീ സൗഹൃദ ടൂറിസം സംരംഭകർക്ക് 4% പലിശ നിരക്കിൽ വായ്പ.
സംസ്ഥാനത്ത് ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതിയിൽ സംരംഭക പ്രോത്സാഹനത്തിനായി പ്രത്യേക സബ്സിഡി വായ്പാ പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനം. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും ഉത്തരവാദിത്ത ടൂറിസം മിഷനും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും വീണ ജോർജും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സ്ത്രീ സൗഹൃദ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സംരംഭങ്ങൾക്ക് വായ്പ നൽകുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുഹമ്മദ് റിയാസ് പറഞ്ഞു. സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാര പദ്ധതിയിൽ 18,000-ഓളം പേർ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 24ഓളം വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് സംരംഭങ്ങൾ തുടങ്ങാൻ താൽപര്യമറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് വനിതാ വികസന കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി വായ്പ ഉറപ്പാക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 4 കോടി രൂപ ടൂറിസം വകുപ്പ് പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീ സൗഹൃദ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിക്ക് വനിതാ വികസന കോർപ്പറേഷന്റെ എല്ലാ പിന്തുണയും നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ടൂറിസം മേഖലയിലെ വനിതാ സംരംഭങ്ങൾക്ക് ഇത്തരമൊരു പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വനിതാ വികസന കോർപ്പറേഷൻ യോഗത്തിൽ തന്നെ പൂർത്തിയാക്കും. വനിതാ സംരംഭ മേഖലയിലെ മാതൃകയായി ടൂറിസവുമായുള്ള സഹകരണം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പദ്ധതി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ RT മിഷൻ സൊസൈറ്റി CEO K രൂപേഷ് കുമാറിനെയും വനിതാ വികസന കോർപ്പറേഷൻ MD VC ബിന്ദുവിനെയും ചുമതലപ്പെടുത്തി. അഡീഷണൽ സെക്രട്ടറി രാജൻ കൊക്രയുടെ, ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, ടൂറിസം വകുപ്പിലെയും ധനകാര്യ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അടൂരിന്റെ പ്രസ്താവന ഫ്യൂഡൽ ജീർണതയുടെ ഉള്ളടക്കത്തോടെ MP ഗോവിന്ദൻ. സിനിമ കോൺക്ലേവിലെ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഫ്യൂഡൽ ജീർണതയുടെ ഉള്ളടക്കത്തോടെയുള്ളതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. എന്താണ് ഉദ്ദേശിച്ചതെന്ന് അടൂർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടെ തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിക്കുന്നതെന്ന് ഉറപ്പായിട്ടും പറയാനാകും. ജനാധിപത്യ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് ഇതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളീയ സമൂഹം ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ആശയതലത്തിൽ നിന്നും നല്ലതുപോലെ മുന്നേറിയിട്ടുണ്ട്. ജാതി വ്യവസ്ഥയുടെ ജീർണത നല്ലതുപോലെ കുറഞ്ഞു. അടൂരിന്റെ പ്രസ്താവനയിൽ സർക്കാരിന്റെ നിലപാട് ഈ വേദിയിൽ മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. CPI നേതാവും മുൻ MLA-യുമായ M നാരായണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1991-2001 കാലയളവിൽ 2 തവണ ഹോസ്ദുർഗ് MLA ആയിരുന്നു. തപാൽ വകുപ്പിൽ ജീവനക്കാരനായിരിക്കെ ജോലി രാജിവെച്ചാണ് MLA സ്ഥാനത്തേക്ക് മത്സരിച്ചത്. 2014 മുതൽ 2019 വരെ പേടകം ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. CPI ജില്ലാ കൗൺസിൽ അംഗം, CPI കാനങ്ങാട് മണ്ഡലം സെക്രട്ടറി, കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി, ആദിവാസി മഹാസഭ സംസ്ഥാന സെക്രട്ടറി, BKMU ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി വിനോദയാത്ര. KSRTC പയ്യന്നൂർ ബജറ്റ് ടൂറിസം സെന്ററിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 8-ന് സൈലന്റ് വാലി യാത്ര സംഘടിപ്പിക്കുന്നു. സൈലന്റ് വാലി ട്രെക്കിംഗ്, അട്ടപ്പാടി ഓക്സി വാലി റിസോർട്ട് എന്നിവയിൽ യാത്രയിൽ ഉൾപ്പെടുന്നു. ആഗസ്റ്റ് 8-ന് രാത്രി 10 മണിക്ക് പുറപ്പെട്ട് ആഗസ്റ്റ് 10-ന് തിരിച്ചെത്തുന്ന രീതിയിലാണ് ക്രമീകരണം. ആദ്യം ബുക്ക് ചെയ്യുന്ന 36 പേർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വേണ്ടി 9495403062 9745534123 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. ദേശീയ സ്ഥിതി വിവരക്കണക്ക് സാമ്പിൾ സർവേകളുമായി സഹകരിക്കുക. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് നടത്തുന്ന ആഭ്യന്തര ടൂറിസം ചെലവ് സർവേയും ദേശീയ ഗാർഹിക യാത്രാ സർവേയും തുടങ്ങി. യാത്രാ ഉദ്ദേശം, രീതിതരം, ലക്ഷ്യസ്ഥാനം, ബുക്ക് ചെയ്ത സേവനങ്ങൾ, യാത്രാ ചെലവ് തുടങ്ങിയ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അസംഘടിത മേഖലയിലെ കൃഷി ഒഴിച്ചുള്ള ഗാർഹികേതര സംരംഭങ്ങളെ കുറിച്ചുള്ള സർവേയും കുടുംബങ്ങളും അസംഘടിത മേഖലയിലെ സംരംഭങ്ങളും കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പൈലറ്റ് സർവേയും ഇതോടൊപ്പം നടത്തുന്നുണ്ട്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, സാമൂഹിക സാമ്പത്തിക സർവേ, അർബൻ ഫ്രൈറ്റ് സർവേ, പ്രൈസ് കളക്ഷൻ സർവേ എന്നീ സർവേകളും വിവിധ യൂണിറ്റുകളിൽ നടത്തുന്നുണ്ട്. വിശദമായ നിയമനിർമ്മാണത്തിന് ആവശ്യമായ ഡാറ്റ ലഭ്യമാക്കാൻ സർവേകളിൽ പങ്കെടുത്ത ദേശീയ സ്ഥിതി വിവര കണക്ക് സംവിധാനത്തെ ശക്തിപ്പെടുത്തണമെന്ന് NSO ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷൻ ഡയറക്ടർ ആൻഡ് റീജിയണൽ ഹെഡ് അഭ്യർത്ഥിച്ചു.
ഫോക്ലോർ അക്കാദമി കർക്കിടകപ്പെരുമ ആഗസ്റ്റ് 7-ന്. കേരള ഫോക്ലോർ അക്കാദമി ചിറക്കലിലെ അക്കാദമി ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന കർക്കിടകപ്പെരുമ ആഗസ്റ്റ് 7-ന് രാവിലെ 10-ന് KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനാകും. കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട നാടൻ കലകൾ, പാരമ്പര്യ ചികിത്സ, ഭക്ഷണം എന്നിവയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. കർക്കിടക കഞ്ഞി, ഇലക്കറികളുടെ വൈവിധ്യം എന്നിവ അറിയാം. കർക്കിടകവും കളരി ചികിത്സയും എന്ന വിഷയം ഡോക്ടർ വേണുഗോപാലും പ്രാദേശിക ഫോക്ലോറിലെ പ്രകൃതി പാഠങ്ങൾ ഡോക്ടർ P വസന്തകുമാരിയും അവതരിപ്പിക്കും. കണ്ണൂർ നാട്ടുപൊലിക നാടൻ കലാപഠന കേന്ദ്രം അവതരിപ്പിക്കുന്ന ചിമ്മാനക്കളി അരങ്ങേറും. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, അക്കാദമി നിർവാഹക സമിതി അംഗങ്ങളായ KV കുഞ്ഞിരാമൻ, പ്രസീത ചാലക്കുടി, വാർഡ് മെമ്പർ കസ്തൂരി ലത, CK രാമവർമ്മ, വലിയ രാജ എന്നിവർ വിശിഷ്ടാതിഥികളാകും. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട B.Ed TDI വിദ്യാർത്ഥികൾ പങ്കെടുക്കും. CITU നേതാവ് K ബഷീറിനെ അനുസ്മരിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റും എടക്കാട് ഏരിയ പ്രസിഡന്റും കണ്ണൂർ ജില്ലാ ഓട്ടോറിക്ഷ യൂണിയൻ ജില്ലാ ഖജാൻജിയും ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചുവെന്ന അന്തരിച്ച K ബഷീറിനെ അനുസ്മരിച്ചു. C കണ്ണൻ സ്മാരക ഹാളിൽ CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മോട്ടോർ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കാരായി രാജൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ, മോട്ടോർ കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി K ജയരാജൻ, ഓട്ടോ ടാക്സി ഫെഡറേഷൻ സെക്രട്ടറി VK ബാബുരാജ്, പ്രസിഡന്റ് UV രാമചന്ദ്രൻ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് MC ഹരിദാസൻ മാസ്റ്റർ, അരക്കൻ ബാലൻ, K അശോകൻ, കേളമ്പത്ത് പ്രേമരാജൻ, കാടൻ ബാലകൃഷ്ണൻ, BV പുരുഷോത്തമൻ, BK മനോജ്, CP സുധീർ, E സുർജിത്ത്, ശശീന്ദ്രൻ എന്നിവർ അനുസ്മരിച്ചു. സഖാക്കളെയല്ല 8000 സഖാക്കൾ ജയിലിൽ പോകേണ്ടി വന്നാലും, എത്ര പേർ കൊല്ലപ്പെടേണ്ടി വന്നാലും RSSനെതിരായ പോരാട്ടം ഞങ്ങൾ മട്ടന്നൂരിനകത്ത് പുരാതന പ്രസ്ഥാനങ്ങളെ ഒരു പോറിനും ഏൽപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമായി ഈ ദിനാചരണം നമുക്ക് മാറ്റാം. അവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താം. പക്ഷെ അവരുടെ ബോധത്തെ തട്ടി ഉണർത്തി പോരാട്ട വീര്യമാക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളിടത്തോളം ശക്തമായ പ്രതികരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഇടതുപക്ഷത്തിന്റെ സജീവമായി നിലകൊള്ളുന്നു. ഞങ്ങൾ അഭിമാനിക്കുന്നു.